മിഡ് എയറിൽ വെച്ചിട്ട് ജെറ്റുകൾക്ക്, അതായത് ഫൈറ്റർ ജെറ്റുകൾക്ക് റീഫ്യൂൽ ചെയ്യുന്ന അമേരിക്കയുടെ ടാങ്കർ വിമാനമായിട്ടുള്ള KC-135 സ്ട്രാറ്റോ ടാങ്കർ വിമാനത്തിനെ കാണാണ്ടായി ഖത്തറിന്റെ മുകളിൽ വെച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ന്യൂസ് ആണ് ഇപ്പൊ വരുന്നത്. പേർഷ്യൻ ഗൾഫിന് മുകളിലൂടെ പറന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു വിമാനത്തിനെ കാണാതായിരിക്കുന്നത് എന്നുള്ള വാർത്തയാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഈ തരത്തിലുള്ള വിമാനങ്ങളെയും ആയുധങ്ങളെയും ഓൾറെഡി അമേരിക്ക ഇസ്രായേലിൽ എത്തിച്ചിട്ടുണ്ട്. നമുക്കറിയാം, അമേരിക്കക്ക് മിഡിൽ ഈസ്റ്റിലുള്ള ബേസുകളെ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലോട്ടുള്ള ഡാമേജ് വന്നിട്ടുണ്ട്. മാത്രമല്ല, യൂറോപ്യൻ ശക്തികളൊന്നും തന്നെ അമേരിക്കക്ക് ബേസ് തുറന്നു കൊടുത്തിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം വിമാനങ്ങളെ ഇപ്പൊ അമേരിക്ക കൊണ്ടുവന്ന് ഇറക്കിയിരിക്കുന്നത് ഇസ്രായേലിലാണ്. അപ്പോ അതിൽ പെട്ടിട്ടുള്ള ഒരു വിമാനത്തിനെയാണ് ഇപ്പോ ഖത്തറിന്റെ ആകാശത്ത് വെച്ച് കാണാതായിരിക്കുന്നത് എന്നുള്ളതാണ്. ഏത് കോണ്ടെക്സ്റ്റിലാന്നുള്ളത് നമ്മൾ ആലോചിക്കണം. ഇറാന് UAE ഫുജൈറ പ്ലാന്റുകളിലേക്കും അതേപോലെ തന്നെ ഇറാന്റെ ത്രെട്ടിന് അല്ലെങ്കിൽ ഇറാന്റെ ബ്ലോക്കേഡിനെ അനുസരിക്കാണ്ട് പോയിട്ടുള്ള എണ്ണ ടാങ്കറുകളൊക്കെ ആക്രമിക്കുന്ന ഈ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഈ ഒരു വിമാനത്തിനെ കാണാതായിരിക്കുന്നത് എന്നുള്ളതാണ്.